ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി എം.എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. താമരശ്ശേരി കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ലതീഷ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ലതീഷ്, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകരെ കൂടി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നന്ദു, ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഷുഹൈബ് ഇന്നലെ ഉച്ചയോടെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി കീഴടങ്ങിയത്. അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്നും കീഴടങ്ങണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നും പ്രഥമ ദൃഷ്ട്യാ തന്നെ ഷുഹൈബിന് ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുമുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയത്. ഇതേ തുടർന്നാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഷുഹൈബ് ഹാജരായത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് വൈകിട്ട് വരെ ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ ഷുഹൈബ് ഇപ്പോഴും ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ല, താൻ പ്രവചിക്കുക മാത്രമാണ് ചെയ്തത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ ചോദ്യപേപ്പർ ചോർത്തി നൽകിയ മലപ്പുറത്തെ അന്നഡഡ് സ്കൂളിലെ ജീവനക്കാരൻ അബ്ദുൽ നാസറിനെ അടക്കം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കണ്ടെത്തുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് താമരശ്ശേരി കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഷുഹൈബിനെയും ഇന്ന് താമരശ്ശേരി കോടതിയിലാണ് ഹാജരാക്കുക. ഷുഹൈബിനെയും വിശദമായി ചോദ്യം ചെയ്യാനും അതേപോലെ തന്നെ തെളിവെടുപ്പിനുമായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ തുടർ നടപടികൾ അല്ലെങ്കിൽ കോടതി നടപടികളാണ് ഇന്നിപ്പോൾ ഉണ്ടാവുക. നന്ദു.